ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ തമിഴിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മൾ ഇന്ന് എന്ത് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നതെന്ന്. നല്ലൊരു ഫേഷ്യലിൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ ഈ ഒരു ഫേഷ്യൽ. നമ്മൾ പാർലറിലൊക്കെ പോയി ചെയ്യുന്ന പോലെ തന്നെ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ഫേഷ്യലാണ് നമ്മളിന്ന് ചെയ്യുന്നത്. നമ്മൾ തികച്ചും നാച്ചുറലായിട്ടുള്ള നമ്മുടെ വീട്ടിലൊക്കെ ലഭിക്കുന്ന കുറച്ച് സാധനങ്ങൾ മാത്രം വെച്ച് ചെയ്യുന്ന ഒരു ഫേഷ്യലാണ്. ഈ ഒരു ഫേഷ്യൽ ചെയ്യുമ്പോൾ നന്നായിട്ട് നമ്മുടെ മുഖം ക്ലെൻസ് ആവും. അതേപോലെ തന്നെ വൈറ്റ് ഹെയർസ്, ബ്ലാക്ക് ഹെയർസ് ഒക്കെ റിമൂവ് ആവും. നല്ലൊരു ബ്രൈറ്റനിങ്ങും നമ്മുടെ മുഖത്തിന് കിട്ടും. അപ്പോൾ ഈ ഫംഗ്ഷനൊക്കെ പോകുന്നതിൻ്റെ തലേന്നൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു ബ്രൈറ്റ്നസ് നമ്മുടെ മുഖത്തിന് ഈ ഒരു ഫേഷ്യൽ ചെയ്യുമ്പോൾ കിട്ടും. സമയം കളയാൻ നമുക്ക് നേരെ നമ്മുടെ ഫേഷ്യലിലോട്ട് കിടക്കാം. അപ്പം നമ്മൾ മുഖത്ത് എന്ത് അപ്ലൈ ചെയ്യുന്നതിനും മുന്നേ ആദ്യം നമ്മൾ മുഖം നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം. അപ്പം ഞാൻ ഫേസ് വാഷ് വെച്ച് നന്നായിട്ട് മുഖം വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം നമ്മുടെ മുഖത്തിനൊന്ന് ആവി പിടിക്കുവാണ്. നിങ്ങളുടെ കയ്യിൽ സ്റ്റീമർ ഉണ്ടെങ്കിൽ സ്റ്റീമർ വെച്ചിട്ട് പിടിക്കാം. ഞാനിവിടെ ഒരു തുണിയിൽ ചൂടുവെള്ളത്തിൽ ഈ തുണി മുക്കിയിട്ട്, ചൂടുവെള്ളം എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം സഹിക്കാൻ പറ്റുന്ന ചൂട്, ആ ഒരു ചൂടുവെള്ളത്തിൽ തുണി മുക്കിയിട്ട് അത് വെച്ചിട്ടൊന്ന് നമ്മുടെ മുഖം ആവി കൊടുക്കുവാണ്. അപ്പം ഞാനിവിടെ മുഖം നന്നായിട്ട് ആവി പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ആവി പിടിക്കുന്നത് നമ്മുടെ പോഴ്സൊക്കെ ഒന്ന് ഓപ്പണായി വരാനാണ്. ഈ പോഴ്സ് ഓപ്പണായി വന്നാലേ നമ്മൾ ചെയ്യുന്ന സംഭവങ്ങൾ കറക്റ്റ് സ്കിന്നിനകത്തോട്ട് എത്തത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ മുഖത്ത് ആവി കൊടുക്കുന്നത്. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പോഴ്സൊക്കെ ഒന്ന് ഓപ്പണായി വരും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് കിടക്കാം. ഫസ്റ്റ് നമ്മൾ സ്ക്രബിങ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ സ്ക്രബിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ തക്കാളി ഞാൻ ഒന്ന് കുറുകെ കട്ട് ചെയ്തിട്ട് പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഈ തക്കാളി ഇതിലോട്ട് ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ സ്ക്രബ് മുഖത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ തക്കാളി ഇതിലോട്ട് ഡിപ്പ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്യുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പഞ്ചസാരയ്ക്ക് പകരം അരിപ്പൊടി യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ കഴുത്തിലും കൂടി ആ ഒരു ഇത് ചെയ്യണം. മുഖത്ത് എന്ത് ചെയ്താലും കഴുത്തിലും അത് ചെയ്യണം, അല്ലെങ്കിൽ കഴുത്തും മുഖവും രണ്ട് നിറമായി പോകും. നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മുഖത്തുള്ള ഈ പ്രത്യേകിച്ച് ഈ മൂക്കിൻ്റെ ഈ സൈഡിലൊക്കെയുള്ള ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ നല്ലപോലെ റിമൂവ് ആകും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രബിങ് ചെയ്യുന്നത്. നമ്മൾ മുഖത്തിന് ആവി കൊടുത്തിട്ടാണ് സ്ക്രബ് ചെയ്യുന്നതെങ്കിൽ ഒന്നും കൂടെ എഫക്റ്റീവാണ്. കാരണം നമ്മുടെ പോഴ്സൊക്കെ ഓപ്പൺ ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മൾ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ റിമൂവ് ആകും. അപ്പോൾ ഞാനിവിടെ എൻ്റെ മുഖം നന്നായിട്ട് സ്ക്രബ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 5-10 മിനിറ്റ് ഇതിങ്ങനെ വച്ചിട്ട് ഒന്ന് ഡ്രൈ ആകുമ്പോൾ വാഷ് ചെയ്യാം. ഞാനൊരു 10 മിനിറ്റ് അടുപ്പിച്ച് നന്നായിട്ട് സ്ക്രബ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മതിയാകും. ഞാൻ ഈ മുഖം പച്ചവെള്ളം വെച്ച് ഒന്ന് കഴുകിയിട്ട് തുടച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ മുഖമൊക്കെ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാലറിയാം മുഖത്തിന് ചെറിയൊരു ഗ്ലോയും അതേപോലെ ചെറിയൊരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പാക്കും കൂടെ ഇടുമ്പോഴത്തേക്കും നല്ലൊരു ഗ്ലോ നമ്മുടെ മുഖത്തിന് കിട്ടും. അപ്പോൾ പാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് 1/2 ടീസ്പൂൺ കടലമാവും 1/2 ടീസ്പൂൺ അരിപ്പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ കോഫി പൗഡർ കൂടി ചേർക്കാം. അപ്പോൾ ഞാൻ ഇതിലോട്ട് 1/2 ടീസ്പൂൺ കോഫി പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് കോഫിയാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് കോഫി പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ തക്കാളി നീരിലാണ് ഈ ഒരു പാക്ക് മിക്സ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽ ഉപയോഗിക്കാം. പാലോ റോസ് വാട്ടറോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ പാൽ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓയിലി സ്കിന്നുള്ളവർ റോസ് വാട്ടറോ തക്കാളി നീരോ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഞാനിവിടെ തക്കാളി നീരാണ് യൂസ് ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ പാക്ക് നമ്മൾ തക്കാളി നീരൊഴിച്ച് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുഖത്തിലോട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പാക്കൊക്കെ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 10 മിനിറ്റ് ഒന്ന് ഡ്രൈ ആകുന്ന വരെ വച്ചേക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം പച്ചവെള്ളത്തിൽ നമുക്ക് മുഖം ഒന്ന് വാഷ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്കിനി ഇത് 10 മിനിറ്റ് ഒന്ന് ഇരുന്ന് ഡ്രൈ ആയ ശേഷം കാണാം. അപ്പോൾ ഇപ്പം നമ്മൾ പാക്ക് ഇട്ടിട്ട് 10 മിനിറ്റായി. നമ്മുടെ പാക്കൊക്കെ ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇവിടെ മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട്, അതാണ് ലൈറ്റിൻ്റെ ഒരു കുറവുണ്ട്. ഞാൻ നമ്മുടെ വീട്ടിൽ ലൈറ്റ് ഇടാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് ആ ഒരു സ്കിന്നിലുണ്ടാകുന്ന ഒരു ചേഞ്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലൈറ്റ് ഇടാത്തത്. ഞാനിപ്പോൾ ജനലിൻ്റെ സൈഡിൽ വന്നിരുന്നിട്ടാണ് എടുക്കുന്നത്. നേരത്തെ നമ്മളിവിടെ തന്നെയാണ് ഇരുന്നത്. അപ്പോൾ മഴയുടെ സൗണ്ടും ഉണ്ട്, അതേപോലെ തന്നെ പള്ളി തിരുനാളാണ്, അവിടുത്തെ മൈക്കിൽ സൗണ്ടൊക്കെ ഉണ്ട്, അതുകൊണ്ടൊന്ന് ക്ഷമിക്കണം. അപ്പോൾ വെളിച്ചത്തിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ പാക്ക് ഉണങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് വെള്ളം ഒന്ന് നനച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്നൊരു മസാജ് കൊടുക്കാം. അപ്പം നമ്മൾ വെള്ളം നനച്ച് ഒന്ന് മസാജ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി വെള്ളം വെച്ച് നന്നായിട്ട് ഇതൊന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ വെള്ളം വെച്ച് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പം ഞാനിവിടെ ഫേസൊക്കെ നന്നായിട്ട് വെള്ളം വെച്ച് കഴുകിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം ഒന്ന് ഞാനൊന്ന് തുടച്ച് കളയുവാണേ. അപ്പോൾ നമ്മുടെ മുഖത്തുണ്ടായിരുന്ന വെള്ളമൊക്കെ തുടച്ചെടുത്ത് വന്നേക്കുവാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ പോഴ്സൊക്കെ ഇപ്പം ഓപ്പൺ ആയിരിപ്പുണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ ഐസ് ക്യൂബ് വെച്ചിട്ട് ഒന്ന് തണുപ്പ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പോഴ്സൊക്കെ ഒന്ന് ക്ലോസ് ആയി കിട്ടും. നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഫേഷ്യൽ കഴിയുമ്പോൾ എപ്പോഴും പോഴ്സ് ക്ലോസ് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഡസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ പോഴ്സിനകത്തൂടെ കയറിയിട്ട് പിമ്പിൾസൊക്കെ വരാൻ ഒരുപാട് സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മുഖം കാണുമ്പോൾ ഇപ്പം മനസ്സിലാവും, നല്ലൊരു ബ്രൈറ്റ്നസ്സും അതേപോലെ നല്ലൊരു ഗ്ലോയൊക്കെ ഫേസിന് വന്നിട്ടുണ്ട്. ഇത് ക്യാമറയിൽ എത്രത്തോളം വിസിബിൾ ആണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഡയറക്റ്റ് നമ്മൾ നോക്കുമ്പോൾ നല്ലൊരു ചേഞ്ചാണ് നമ്മുടെ മുഖത്തിന് കിട്ടുന്നത്. വെറുതെ പറയുന്നില്ല, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോഴേ നിങ്ങൾക്ക് അതൊരു ക്യാമറയിൽ എനിക്ക് അറിയത്തില്ല നിങ്ങൾക്ക് എത്രത്തോളം ഇത് മനസ്സിലാവുന്നുണ്ടെന്ന്. ഡയറക്റ്റ് നമ്മൾ ചെയ്ത് നോക്കുമ്പോഴേ ആ ഒരു റിസൾട്ട് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഈ ഭാഗത്തൊക്കെ എനിക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നന്നായിട്ട് പോയി, മുഖം ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ലൊരു ഗ്ലോയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ മുഖത്തിന്. അപ്പോൾ നമുക്കിനി ഐസ് ക്യൂബ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഐസ് ക്യൂബ് എടുത്ത് തന്നിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്കൊന്ന് മസാജ് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫേസ് ഐസ് ക്യൂബ് വെച്ച് ഒന്ന് മസാജ് ചെയ്തിട്ടുണ്ട്. ഈ വെള്ളം ഇത് നല്ല തണുത്ത വെള്ളമാണല്ലോ, അപ്പം ഒരു 2 മിനിറ്റ് ഈ വെള്ളം ഇങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ ഫേസ് വൈപ്പ് ഔട്ട് ചെയ്യാൻ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഈ ഒരു ഫേഷ്യൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോഴേ അതിൻ്റെ ആ റിസൾട്ട് കറക്റ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.